2025 പ്രത്യാശയുടെ ജൂബിലി വർഷാഘോഷത്തിന് സമാപനം. ജൂബിലി വർഷ സമാപനത്തിന്റെ ഭാഗമായി വിശുദ്ധവാതിലുകൾ അടച്ചു. ഡിസംബർ 25 റോമിലെ സെന്റ് മേരി മേജർ ബസിലിക്കയുടെ വിശുദ്ധവാതിലാണ് ആദ്യം അടച്ചത്. ഇതോടെ 2025 ജൂബിലി വർഷത്തിന് സമാപന ചടങ്ങുകൾക്ക് തുടക്കമായി. മരിയൻ ബസിലിക്കയുടെ ആർച്ച് പ്രീസ്റ്റ് കർദിനാൾ റൊളാൻഡസ് മാക്രിഗാസ് ആണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. ഡിസംബർ 27 സെന്റ് ജോൺ ലാറ്ററൻ ബസിലിക്കയുടെ വിശുദ്ധവാതിൽ കർദിനാൾ ബൽദസാരെ റെയ്നയും, ഡിസംബർ 28 വിശുദ്ധ പൗലോസിന്റെ നാമധേയത്തിലുള്ള ബസിലിക്കയുടെ വാതിൽ കർദിനാൾ ജെയിംസ് മിക്കേൽ ഹാർവേയുമാണ് അടച്ചത്. ജനുവരി 6 ചൊവ്വാഴ്ച ദനഹ തിരുനാൾ ദിനത്തിൽ ലിയോ 14 മാർപ്പാപ്പ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ വിശുദ്ധവാതിൽ അടയ്ക്കുന്നതോടെ 2025 ജൂബിലി വർഷാചരണത്തിന്റെ ഔദ്യോഗിക സമാപനമാകും. കഴിഞ്ഞ വർഷം ഡിസംബർ 29 വിവിധ പ്രാദേശിക സഭകളിൽ ജൂബിലി വർഷത്തിന് തുടക്കം കുറിച്ചിരുന്നു. പ്രത്യാശയുടെ വർഷം പ്രഖ്യാപിക്കപ്പെട്ടതിന്റെ ഭാഗമായി റോമിലെ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്ക, മേരി മേജർ ബസിലിക്ക, റോം രൂപതയുടെ കത്തീഡ്രൽ ദേവാലയം കൂടിയായ ജോൺ ലാറ്ററൻ ബസിലിക്ക, റോമൻ മതിലുകൾക്ക് പുറത്ത് വിശുദ്ധ പൗലോസിന്റെ നാമധേയത്തിലുള്ള ബസിലിക്ക എന്നിവിടങ്ങളിലും റബീബിയയിലുള്ള ജയിലിലും ഫ്രാൻസിസ് പാപ്പയുടെ തീരുമാനപ്രകാരം വിശുദ്ധവാതിലുകൾ തുറന്നുവെങ്കിലും ദൂരദേശങ്ങളിലുള്ള ആളുകൾക്ക് വിശുദ്ധവാതിൽ കടക്കുവാനും ദണ്ഡവിമോചനം നേടുവാനുള്ള സാധ്യത എളുപ്പമല്ലാത്തതുകൊണ്ട് വിവിധ രൂപതകളിൽ ജൂബിലിക്കായി പ്രത്യേക ചാപ്പലുകൾ തിരഞ്ഞെടുക്കാൻ പരിശുദ്ധ പിതാവ് അനുമതി നൽകിയിരുന്നു. നിരവധി പേരാണ് വിശുദ്ധവാതിലുകൾ കടന്ന് ദണ്ഡവിമോചനം നേടിയത്.